നമസ്കാരം, മലയാളി വാർത്താ ലൈഫിലേക്ക് സ്വാഗതം. 2026 ജൂൺ 4 വ്യാഴാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാൻ തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവർക്കൊപ്പം നല്ല കാര്യങ്ങൾക്കായി സമയം ചെലവഴിക്കുവാനും സാധിക്കുന്ന മികച്ച ദിവസമാണിത്. അപ്രതീക്ഷിതമായ വിശേഷപ്പെട്ട സമ്മാനങ്ങൾ ലഭിക്കാൻ യോഗമുണ്ട്. ദാമ്പത്യ സൗഖ്യം, തൊഴിൽ വിജയം, മികച്ച സാമ്പത്തിക നേട്ടം എന്നിവ മനസ്സിന് വലിയ സന്തോഷം നൽകും. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. ഏറ്റെടുത്ത കാര്യങ്ങളിൽ പ്രതീക്ഷിത തടസ്സങ്ങളോ കാലതാമസമോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. കുടുംബാംഗങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. മാനഹാനിക്കോ ധനനഷ്ടത്തിനോ സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക. കൃഷി, വളർത്തുമൃഗങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ബിസിനസ് ചെയ്യുന്നവർക്ക് ചില തിരിച്ചടികൾ നേരിടാം. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മക്കളുടെ ആരോഗ്യകാര്യത്തിലോ മറ്റ് വ്യക്തിപരമായ വിഷയങ്ങളിലോ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ഇടയുണ്ട്. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ യാത്രാവേളകളിൽ അതീവ ജാഗ്രത പുലർത്തണം. ഉദരസംബന്ധമായോ വാദസംബന്ധമായോ ഉള്ള അസുഖങ്ങൾ അലട്ടാൻ സാധ്യതയുള്ളതിനാൽ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുക. കർക്കടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ദാമ്പത്യ ബന്ധത്തിൽ പരസ്പര വിശ്വാസവും സ്നേഹവും വർദ്ധിക്കുന്നതിലൂടെ കുടുംബത്തിൽ വലിയ സമാധാനവും സന്തോഷവും കൈവരും. വിവാഹ കാര്യങ്ങളിൽ ദീർഘനാളായി തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അനുകൂലമായ തീരുമാനങ്ങളും ഉചിതമായ പുതിയ ആലോചനകളും വന്നുചേരുന്ന ശുഭദിനമാണിത്. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും പൂർണ്ണമായി നിലനിൽക്കുന്നത് അനുകൂല ദിവസമാണിത്. സാമ്പത്തിക നേട്ടങ്ങളും പ്രിയപ്പെട്ടവരുടെ ഒത്തുചേരലും മനസ്സിന് വലിയ കുളിർമയേകും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഔദ്യോഗികമായി അർഹമായ അംഗീകാരങ്ങളും ആനുകൂല്യങ്ങളും ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട്. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. വാത, പിത്ത, കഫ സംബന്ധമായ വിട്ടുമാറാത്ത രോഗങ്ങളുള്ളവർ ആരോഗ്യകാര്യങ്ങളിൽ നിന്ന് ഇന്ന് പ്രത്യേകം ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട്. ശരീരത്തിന് ചെറിയ ക്ഷീണവും ആരോഗ്യക്കുറവും അനുഭവപ്പെടാൻ ഇടയുള്ളതിനാൽ അനാവശ്യമായ അലച്ചിലുകൾ ഒഴിവാക്കി കൃത്യമായ വിശ്രമം ഉറപ്പാക്കുക. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. ദഹന സംബന്ധമായ ബുദ്ധിമുട്ടുകളോ ആമാശയ രോഗങ്ങളോ അലട്ടുന്നവർ ഭക്ഷണകാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ നൽകണം. ദാമ്പത്യത്തിലോ സന്താനങ്ങളിലോ കാര്യങ്ങളിലോ ചെറിയ ക്ലേശങ്ങൾ വരാൻ ഇടയുണ്ട്. അനാവശ്യ യാത്രകളും ആരോഗ്യക്കുറവും മാനസികമായി ചെറിയ തളർച്ച ഉണ്ടാക്കാതെ നോക്കണം. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. തൊഴിൽ മേഖലയിൽ മികച്ച പുരോഗതിയും മേലധികാരിയുടെ പൂർണ്ണമായ പ്രീതിയും നേടിയെടുക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. ഔദ്യോഗികമായി ഉന്നത സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടാൻ യോഗമുണ്ട്. ശത്രുക്കളുടെ തടസ്സങ്ങളെ അതിജീവിക്കുന്നത് ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും കൊണ്ടുവരും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. സ്വഭാവത്തിൽ അമിതമായ ദേഷ്യം വരാതെ പൂർണ്ണമായി നിയന്ത്രിക്കേണ്ടത് ഈ സമയത്ത് അനിവാര്യമാണ്. നിസ്സാര സംശയങ്ങൾ പോലും ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ വിള്ളലുകൾ വീഴ്ത്താൻ ഇടയുള്ളതിനാൽ പരസ്പര വിശ്വാസവും തുറന്ന സംസാരവും നിലനിർത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഈശ്വരാനുഗ്രഹം വഴി ജോലിയിൽ വലിയ പുരോഗതിയും ഉന്നത വിജയവും കൈവരിക്കാൻ സാധിക്കുന്ന ഐശ്വര്യപ്രദമായ ദിവസമാണിത്. ദീർഘകാലമായി സന്താന ഭാഗ്യം കാത്തിരിക്കുന്നവർക്ക് അനുകൂലമായ ശുഭവാർത്തകൾ പ്രതീക്ഷിക്കാം. ഭൂമി ലാഭം, സാമ്പത്തിക അഭിവൃദ്ധി, മനസ്സന്തോഷം എന്നിവ കൂടെ ഉണ്ടാകും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. സ്ത്രീകളുമായുള്ള പണമിടപാടുകളിലോ മറ്റ് ഇടപാടുകളിലോ സാമ്പത്തിക നഷ്ടത്തിനോ അപമാനത്തിനോ സാധ്യതയുള്ളതിനാൽ മാറി നിൽക്കുക. അമിതമായ ആത്മവിശ്വാസം ബിസിനസ് രംഗത്ത് നഷ്ടങ്ങൾ വരുത്തിയേക്കാം. യാത്രാക്ലേശത്തിനും ഭക്ഷ്യവിഷബാധയ്ക്കും സാധ്യതയുള്ളതിനാൽ ഭക്ഷണ ശുചിത്വം പാലിക്കണം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ഏർപ്പെടുന്ന എല്ലാ മേഖലകളിലും മികച്ച മുന്നേറ്റവും വലിയ വിജയവും കാഴ്ചവെക്കാൻ സാധിക്കുന്ന ശുഭദിനമാണിത്. കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാനും നിലവിലുള്ള ബിസിനസ് വിപുലീകരിക്കാനും അതീവ ഉചിതമായ സമയമാണിത്. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.